ഹലോ നമസ്കാരം. സന്തോഷ് ബ്ലോഗിന്റെ പുതിയ പത്രപാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മായയെ മായ്ക്കാനാവില്ല എന്ന ചുവരെഴുത്തോട് കൂടിയിട്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് കാണുന്നുണ്ട്. ഇത് പെല്ലറ്റ് കൊണ്ടത് നമ്മുടെ CJPന്റെ നമ്മുടെ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട സമരത്തിന് പോസ്റ്റിൽ പെല്ലറ്റ് കൊണ്ട പാടുകളൊക്കെ കാണിച്ചുകൊണ്ടാണ് പെല്ലറ്റ് തെറ്റ് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്ന RAF പ്രവർത്തിച്ചത് IPS ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നുണ്ട്. പ്രവേശന പരീക്ഷയ്ക്ക് ഉന്നതതല കർമ്മസമിതി വരുന്നുണ്ട്. ഇത് തുടക്കം മാത്രം, ഏറെ ദൂരം പോകാനുണ്ടെന്ന് അഭിജിത്ത് ദീപ് കെ പറയുന്നുണ്ട്. സമരം കഴിഞ്ഞു. ആളൊഴിഞ്ഞ ജന്തർ മന്ദറിന്റെ മുറ്റം വെള്ളം തിളച്ചും ചുവരെഴുത്തുകൾ മായ്ച്ചും വൃത്തിയാക്കിയാണ് സർക്കാർ. എന്നാൽ അവിടെ പടർന്ന ചോരയും കണ്ണീരും വിയർപ്പും സമരാവേശവും ആർക്കും മായ്ക്കാനാകില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആക്രമണം തൽക്കാലം നിർത്തുന്നുവെന്ന് ഇറാൻ. ഒഡേസ തുറമുഖത്ത് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. അത് ലണ്ടനിലാണ് കേട്ടോ. ലേണേഴ്സ് എടുക്കാം, ഫോണിലൂടെ ലേണേഴ്സ് എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫോണിലൂടെ ലേണേഴ്സ് എടുക്കാം. മോട്ടോർ വാഹന വകുപ്പുകളിലെ കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ലേണേഴ്സ് ലൈസൻസ് വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകരുടെ സ്മാർട്ട് ഫോണിൽ പരീക്ഷ നടത്താൻ അനുമതി. ഓഫീസുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും ടെസ്റ്റ്. MBD മൊബൈൽ ആപ്പാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ലേണേഴ്സ് ലൈസൻസ് ഫോണിലൂടെ, ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ്. ഏതായാലും നല്ല കാര്യമാണ്. പിന്നെ മടുത്തു, രാഷ്ട്രീയം അഴിമതിയിൽ മുങ്ങി മത്സരിക്കാനില്ലെന്ന് സിദ്ധരാമയ്യ. കൊള്ളാം. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത് ബിഫോർ നമ്മൾ എന്തൊക്കെയോ കുറേ ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണ് മോനെ സൗഹൃദം, കൃഷ്ണന്റെ ഓർമ്മയിൽ ഇന്നും മായാതെ മഹമൂദ്. അതെ. അത് നമ്മളെ മരിച്ചുപോയ കൃഷ്ണന്റെ ഓർമ്മയിൽ നമ്മുടെ മഹ്മൂദ്ക്ക പിന്നെ കബറിടത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയതാ കേട്ടോ. നമ്മുടെ എവിടെയാ സ്ഥലം എന്നറിയോ? നമ്മുടെ പുത്തുമല ദുരന്തത്തിൽ മരിച്ചവരുടെ കബറിടത്തിൽ വന്നതിടയ്ക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ ഓർമ്മയിൽ നിന്ന് മായാതെ മഹ്മൂദ്ക്ക. അതൊക്കെ നമ്മൾ അടിവര ഇടേണ്ടത് കേട്ടോ. അതെന്നു വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയല്ല ജനങ്ങളുടെ സൗഹൃദം. അതായത് നമ്മൾ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ആളുടെ പേര് നോക്കിയിട്ട് കമന്റ് ചെയ്യുന്ന രീതിയിലല്ല ഒരാളുടെ സൗഹൃദം എന്ന സന്ദേശം എന്തായാലും ഫ്രണ്ട് പേജിൽ മാതൃഭൂമി അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബസ് അപകടമാണ്, കുറ്റിപ്പുറം ബസ് അപകടം. ആ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ നിങ്ങളും കണ്ടു കാണും. ബസ് ഡിവൈഡറിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ തലകീഴായിട്ട് മറിഞ്ഞിട്ട് അത് അവിടെ വെച്ച് പൊളന്ന് ടയറുകളെല്ലാം തിരിച്ചു പോയി. ബൈക്ക് യാത്രികർ വളരെ ഇതായിട്ട് രണ്ട് ബൈക്കുകാർ രക്ഷപ്പെടുന്ന ഒരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ ബസ്സിന്റെ വരവും ആ മറിയലും ആ പ്രളയമില്ലേ, നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചില്, പ്രളയം, സോറി കേട്ടോ, മണ്ണിടിച്ചിൽ വെള്ളം വരുന്ന സംഭവം ഇല്ലേ, അതിന്റെ ഒരു ആ സീൻ, രണ്ട് സീനും കൂടെ തമ്മിൽ എന്തോ ഒരു വൈബ്രേഷൻ ഉള്ളവർ ചോദിക്കുക. അതേ രീതിയിലായിരുന്നു ആ ബസ്സിന്റെ വരുത്തും. ബസ് എങ്ങനെയാണ് സ്പീഡ് അല്ലാണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് അന്വേഷിച്ച് ഇതാകേണ്ടതാണ്. ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ സ്പീഡ് കൂടുതലാന്നൊക്കെ പറയുന്നു. എങ്കിൽ കൂടി നമ്മൾ കണ്ടെടുത്തോളം, ഞാനൊരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഈ പത്രം വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നു, സ്പീഡിൽ പോകുന്ന വാഹനം തിരിവും ഉള്ള സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് അതിൻ്റെ ഫ്രണ്ട് വശം മാത്രമേ പിടിക്കുകയുള്ളൂ, ബാക്ക് വശം വലിഞ്ഞു പോകും. കാരണം വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്താണ് അതിൻ്റെ വെയിറ്റ് ഉള്ള ഏരിയ ഫുള്ള്. ബാക്കിൽ ഹൗസിങ്ങിൻ്റെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൗസിങ്ങും കാര്യങ്ങളും, ടയർ ഒരു ടയർ എക്സ്ട്രാ ഉണ്ട്, കുറച്ച് ജനങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം. ഫ്രണ്ടിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം, എഞ്ചിൻ സംബന്ധമായ കാര്യങ്ങളും ഡ്രൈവർ അടങ്ങുന്നതും റേഡിയേറ്റർ മുതലായ ഫിറ്റിങ്സ് എല്ലാം. എഞ്ചിനായിരിക്കുമല്ലോ അത്യാവശ്യം വെയിറ്റ് ഉള്ളത്. അത് ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ അവിടെ ഒരു വെയിറ്റ് വരും ഫ്രണ്ടിൽ. അപ്പം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം കൂടുതലായിട്ട് പിടുത്തം വരുന്നത് വെയിറ്റ് ഉള്ള ഏരിയയിലാണ്. ബാക്ക് ഏരിയ വലിഞ്ഞു പോകും. അവിടെ നമുക്ക് അതിലും കാണാം, ഇതിനു മുമ്പുണ്ടായ പല അപകടം, കോഴിക്കോടുണ്ടായ അപകടം, പാലക്കാടൻ ബസ്, കൂത്തുപറമ്പ്, അങ്ങനെ മുതലായ ഇരിട്ടി ഭാഗത്തേക്കുള്ള അപകടങ്ങൾ എല്ലാം, ജനങ്ങൾ ഇരിട്ടിയിൽ ബസ് ഇടയൊക്കെ ഉണ്ടായ സംഭവങ്ങളെല്ലാം നോക്കിയാലും നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു ഓവറാക്കുന്നില്ല. എന്തായാലും
ഒരാഴ്ച കനത്ത മഴ എന്ന് പറയുന്നുണ്ട് മാതൃഭൂമി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു കുറച്ച് ഒരുപാട് ഓവറായിട്ട് പോയി. അത് വൈകാരികമായതുകൊണ്ടാണ്. എന്തൊക്കെയായാലും എൻ്റെ വാർത്ത ശ്രവിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദി, ഒരുപാട് നമസ്കാരം. നാളെ വീണ്ടും കാണുന്നതുവരേക്കും ഓക്കെ, ബൈ.